നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് താരങ്ങളായ ധനുഷും നയൻതാരയും തമ്മിലുള്ള തർക്കം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ധനുഷിനെതിരെ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ നൽകിയ ഹർജി തള്ളി മദ്രാസ് ഹൈക്കോടതി. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു ധനുഷ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇതിനെതിരെ നെറ്റ്ഫ്ലിക്സ് നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഓഫീസ് മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ അല്ലെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി. ധനുഷിന്റെ ഹർജി തള്ളണമെന്ന നെറ്റ്ഫ്ലിക്സിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ, നയൻതാര, വിഘ്നേഷ് ശിവൻ എന്നിവരായിരുന്നു എതിർകക്ഷികൾ. ധനുഷിന്റെ ഹർജി ഫെബ്രുവരി 5-ന് പരിഗണിക്കും. നവംബർ 18-നാണ് നെറ്റ്ഫ്ലിക്സ് നയൻതാരയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി റിലീസ് ചെയ്തത്. ധനുഷ് നിർമ്മിച്ച് വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുകയും നയൻതാര മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത നാനും റൌഡിത്താൻ എന്ന ദൃശ്യത്തിന്റെ മേക്കിംഗ് ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതുപയോഗിക്കാൻ ധനുഷിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് നയൻതാരയുടെ മൊബൈലിൽ പകർത്തിയ ചില വീഡിയോകൾ ഡോക്യുമെന്ററിയിൽ ചേർക്കുകയായിരുന്നു.